2024 ജൂലൈ 30 അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു. നല്ല മഴയുള്ള ദിവസം. കുറച്ച് ദിവസമായി മുണ്ടക്കൈയിലും ചൂരൽമലയിലും അട്ടമലയിലും പുഞ്ചിരിമലയിലുമെല്ലാം ഇടമുറിയാതെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അസാധാരണമായതെന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് ചിലരെങ്കിലും ചിന്തിക്കാതിരുന്നില്ല. ദുരന്തത്തിൻ്റെ മുന്നറിയിപ്പ് പോലെ സ്കൂളിനടുത്ത് ഉറവ വരാൻ തുടങ്ങിയിരിക്കുന്നു. എവിടെ നിന്നെല്ലാമോ ആരെല്ലാമോ തന്ന മുന്നറിയിപ്പ് കേട്ട് വിരലിൽ എണ്ണാവുന്ന കുറച്ചു പേർ മാത്രം സ്വന്തം വീടുകളിൽ നിന്ന് മാറി താമസിച്ചു. ചിലർ അവിടെ തന്നെയുള്ള മറ്റ് ബന്ധുവീടുകളിലേക്ക് മാറി. അപ്പോഴും 90% ആളുകളും ഏറ്റവും സുരക്ഷിതത്വം സ്വന്തം വീടെന്ന് വിശ്വസിച്ച് അവിടെ തന്നെ നിന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ നാട് ഒരിക്കലും ഞങ്ങളെ ചതിക്കില്ലെന്ന് വിശ്വസിച്ചു. ആടിപ്പാടി പിറന്നാൾ ആഘോഷിച്ച് ബന്ധുക്കളോടൊത്ത് വിരുന്ന് സൽക്കാരം നടത്തി സന്തോഷത്തോടെ കിടന്നുറങ്ങി. ഉദിക്കാൻ പോകുന്ന നല്ലൊരു ദിവസത്തെ കിനാവ് കണ്ടുകൊണ്ട്. എന്നാൽ ആ കിനാക്കളെയെല്ലാം പാഴ്ക്കിനാക്കളാക്കി മാറ്റിക്കൊണ്ട് പാതിരാത്രിയിൽ പാതിമയക്കത്തിൽ മുണ്ടക്കൈയും ചൂരൽമലയും അട്ടമലയും രൗദ്രഭാവം പൂണ്ട് അവരിലേക്ക് പാഞ്ഞടുത്തു. മരണത്തിൻ്റെ തണുത്ത കൈകളിൽ ഒതുക്കാൻ കഴിയുന്നവരെയൊക്കെ ഒതുക്കി ആ നാടുകളെ പൂർണ്ണമായും തുടച്ചു നീക്കി. ബാക്കിയായവർ പേടിച്ച് മാറി നിൽക്കാതെ തങ്ങളുടെ കൂടപ്പിറപ്പുകളെ, അയൽക്കാരെ, നാട്ടുകാരെയും തിരഞ്ഞുകൊണ്ടിരുന്നു. എത്ര ജീവനുകൾ രക്ഷിക്കാൻ കഴിയുമോ അത്രയും രക്ഷിക്കാനായി. അതിനിടയിൽ സ്വന്തം ജീവൻ ബലി കൊടുക്കേണ്ടി വന്നവർ പ്രജീഷിനെ പോലെ പലരുമുണ്ട്. ദുരന്തം പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് സംവിധാനങ്ങളും ഫയർഫോഴ്സും സൈന്യവും എന്ന് വേണ്ട എല്ലാ റെസ്ക്യൂ സംവിധാനങ്ങളും അവിടെ എത്തി. എന്നാൽ അതിനു മുമ്പും അതിനു ശേഷവും അവിടെ എത്തുകയും ഇപ്പോൾ പോലും അവിടെ സേവനം ചെയ്യുന്നവരുമായി നിരവധി പേരുണ്ട്. പേരറിയാത്തതും നാടറിയാത്തതും, ജേഴ്സി അണിഞ്ഞതും ജേഴ്സി അണിയാത്തതും, സംഘടനയുടെ പേരുള്ളതും പേരില്ലാത്തതും, ഇങ്ങനെ നിരവധി സാധാരണക്കാർ, സാധാരണ സന്നദ്ധ പ്രവർത്തകർ. അങ്ങനെ ആ മേഖലകളിൽ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ് ഞാനിവിടെ. കേരള പോലീസും NDRFും അഗ്നിരക്ഷാസേന തുടങ്ങിയ സേനകളെല്ലാം തന്നെ തങ്ങളുടെ ദൗത്യം നിറവേറ്റി മടങ്ങിപ്പോയിരിക്കുന്നു. ആ മേഖലകളിൽ ആ ദിവസങ്ങളിലെല്ലാം ലഭിച്ചിട്ടുള്ള അവരുടെ സേവനങ്ങളെ എത്ര പറഞ്ഞാലും മതിയാവില്ല. അവരുടെ ദൗത്യത്തെ വാനോളം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. അവരെല്ലാവരും തന്നെ ഇതുപോലുള്ള മേഖലകളിൽ ഔദ്യോഗികമായി പരിശീലനം ലഭിച്ചവരാണ്. തങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമായി ഇത് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവരാണ്. എന്നാൽ അത്തരത്തിലുള്ള ഔദ്യോഗിക പരിശീലനം ലഭിക്കാതെ ഓരോ ദിവസവും തൻ്റെ കുടുംബത്തിൻ്റെ അന്നത്തിന് വേണ്ടി അധ്വാനിക്കുന്ന സാധാരണക്കാരായ എത്രയോ മനുഷ്യർ അന്നു മുതൽ ഈ ദുരന്ത മേഖലയിലുണ്ട്. ജീവിതാനുഭവങ്ങളിൽ നിന്ന് പരിശീലനം നേടിയവരാണവർ. ദുരന്ത മേഖലകളിലും ക്യാമ്പുകളിലും ഒറ്റപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഉൾക്കാടുകളിലും അവർ ഇന്നും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു വിഭാഗത്തെ പുറം ലോകം അറിയുന്നില്ല, അല്ലെങ്കിൽ അറിയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ അറിയണം, അങ്ങനെയും 100 കണക്കിന് മനുഷ്യർ ഇപ്പോഴും ആ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ ക്യാമ്പുകളിൽ ദുരിതബാധിതരുടെ കൂടെയും ഇടയിലൊരു ദിവസം ദുരന്ത മേഖലയിലും ചിലവഴിക്കാൻ കഴിഞ്ഞു. ആ ദിവസങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ അറിഞ്ഞിട്ടുള്ള, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഇതൊരു പക്ഷേ ഇനിയൊരിക്കൽ ഇത്തരം പ്രവൃത്തികളിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആവാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻറ്റ് ബോക്സുകളിൽ ഇടാൻ മറക്കരുത്. ഇത്തരം കാണാമറിയത്ത് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ അത് എനിക്കൊരു ഇൻസ്പിറേഷൻ ആവാം. മേപ്പാടി ക്യാമ്പിൽ വെച്ച് ക്യാമ്പിൻ്റെ 14-ാം ദിവസം ഞാൻ പരിചയപ്പെട്ട ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പേര് സൗദ. ഇതാ പെൺകുട്ടിയുടെ യഥാർത്ഥ പേരല്ല, അവരെ വിളിക്കാൻ ഞാൻ കൊടുത്ത പേരാണ്. അവരുടെ യഥാർത്ഥ പേര് പറയാതിരിക്കാൻ കാരണം അവരോട് അനുവാദം ചോദിച്ചിട്ടല്ല ഞാനിത് നിങ്ങളോട് പറയുന്നത് എന്നാണ്. ചിലപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? പക്ഷേ അവരെ നിങ്ങൾ അറിയാതെ പോവരുത്. അവർ സൗദ. അവർ ഒരു ടീച്ചറാണ്. MSWനും BSWനും ഒരേ സമയം ക്ലാസ് എടുക്കുന്ന ടീച്ചർ. അവരോടൊപ്പം അവരുടെ ഏതാനും വിദ്യാർത്ഥികളും ക്യാമ്പിൽ ചെലവഴിച്ചിരുന്നു. നിലമ്പൂരിലാണ് അവരുടെ വീട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വയനാട്ടിൽ ഉരുൾപൊട്ടി ഒഴുകിയെത്തിയ മലവെള്ളം
തൻ്റെ ഹോസ്റ്റൽ റൂമിലെ തൻ്റെ ബെഡിനെ നനച്ചപ്പോൾ അനുഭവപ്പെട്ട തണുപ്പറിഞ്ഞാണ് അവർ ഉറക്കത്തിൽ നിന്നും ഉണരുന്നത്. കാലെടുത്ത് വച്ചത് വെള്ളത്തിലേക്ക്. ഉടനെ വീട്ടിലേക്ക് വിളിച്ചു. വീട്ടിലും വെള്ളം കയറിയിട്ടുണ്ടെന്നറിഞ്ഞു. അവരുടെ മാതാപിതാക്കളോട് അവർക്കൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ഞാൻ എന്ത് ചെയ്യണം? നിന്റെ ആവശ്യം ഇവിടത്തേക്കാൾ അവിടെയാണ്, ഉടനെ അങ്ങോട്ട് പോവുക. വീട്ടുകാരിൽ നിന്ന് കിട്ടിയ മറുപടി. പിന്നെ ഒട്ടും താമസിച്ചില്ല, നേരെ വയനാട്ടിലെ മേപ്പാടിയിലേക്ക്. ആദ്യ ദിവസങ്ങളിൽ ചെളിയിൽ നിന്ന് വലിച്ചെടുത്ത് കൊണ്ടുവരുന്ന മൃതശരീരങ്ങളെ കഴുകി വൃത്തിയാക്കി മനുഷ്യക്കോലത്തിൽ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട പണി. അതുവരെ സ്ത്രീ ശരീരങ്ങൾ പോലും പുരുഷന്മാരാണ് ചെളിയെല്ലാം കഴുകി വൃത്തിയാക്കിയിരുന്നത്. പിന്നീട് സൗദ ടീച്ചറും അവരെപ്പോലെ അവിടെ എത്തിയ പേരറിയാത്ത, അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് സഹോദരിമാർ ആ ജോലി ഏറ്റെടുത്തു. പൂർണ്ണ ശരീരമായി മുന്നിലെത്തിയത് വളരെ കുറച്ച് മൃതശരീരങ്ങൾ മാത്രം. അങ്ങനെ അല്ലാത്തതിനെ തിരിച്ചറിയാൻ പറ്റുന്ന പാകത്തിലാക്കി ഹോസ്പിറ്റലിലേക്ക് അയച്ചു. ഓരോന്ന് മുമ്പിലെത്തുമ്പോഴും നെഞ്ചു പിടയുന്നു, പ്രത്യേകിച്ച് കുട്ടികളുടേത്. 4-5 ദിവസം കഴിഞ്ഞ് ബോഡികൾ എത്തുമ്പോഴായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. തൊടാൻ പോലും കഴിയാത്തവ, തൊടുമ്പോഴേക്ക് കയ്യിലേക്ക് പറ്റി വരുന്നവ. എന്നിട്ടും ഒരു മടിയുമില്ലാതെ ദിവസങ്ങളോളം PP കിറ്റിനുള്ളിൽ ആ സേവനം തുടർന്നു. അവിടെ നിന്ന് ക്യാമ്പുകളിലേക്ക്, ഒപ്പം ദുരിത മേഖലകളിൽ ഇപ്പോഴും ഒറ്റപ്പെട്ട് കഴിയുന്നവർക്കുള്ള കിറ്റുമായുള്ള യാത്രകൾ. അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്രയും പ്രവർത്തനങ്ങൾ. ഇതെല്ലാം പൂർത്തിയാക്കി മടങ്ങുമ്പോൾ എന്തായിരിക്കും ഇവരുടെയൊക്കെ മനസ്സിൽ? സൗദ ടീച്ചർ ഒരു പ്രതീകം മാത്രമാണ്. അതുപോലെ എത്ര പേർ, സ്ത്രീകളും പുരുഷന്മാരുമായിട്ട്. ഇവരെ എങ്ങനെയാണ് നാം ആദരിക്കേണ്ടത്? സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും കൂടപ്പിറപ്പുകൾക്കും നാം ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളെല്ലാം ഒരു മടിയും കൂടാതെ ചെയ്തവരല്ലേ അവർ. കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ളവർ ഇക്കൂട്ടത്തിലുണ്ട്. ക്യാമ്പുകളിൽ ശുചിത്വ മിഷനും ഹരിത കർമ്മസേനയുമെല്ലാം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ ദിവസം ഓരോ പഞ്ചായത്ത് എന്ന വിധം അവർ എത്തുന്നു. എന്നാൽ അവർക്ക് പുറമെ മറ്റ് നിരവധി വളണ്ടിയേഴ്സുമാരും ഇതേ സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. ക്യാമ്പുകളിൽ നിത്യേന 100 കണക്കിന് ആളുകൾക്ക് ഭക്ഷണം നൽകുന്നുണ്ട്. അവരും ഇതുപോലെ വ്യത്യസ്ത സംഘടനകളിൽപ്പെട്ട ആളുകളാണ്. ലയൺസ് ക്ലബ്ബുകൾ അതിനൊരു ഉദാഹരണം മാത്രം. ഇതിലും കേരളത്തിനകത്തും പുറത്തു നിന്നുള്ള 100 കണക്കിന് ചെറുപ്പക്കാരുണ്ട്. കമ്മ്യൂണിറ്റി കിച്ചണുകളിൽ പുലർച്ചെ 3 മണി മുതൽ അവർ ഉണർന്നിരിക്കുന്നു. നമ്മുടെ സേനകളുടെ പ്രവർത്തനം നിലച്ചിട്ട് ദിവസങ്ങളായി. എന്നാൽ ദുരന്ത മേഖലകളിൽ സാധാരണ സന്നദ്ധ പ്രവർത്തകർ നിരവധിയുണ്ട്. ഇപ്പോഴും തിരച്ചിലും ക്ലീനിങ്ങും മറ്റുമായി. ഇനിയും ഇവരെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. എത്ര പറഞ്ഞാലും മതിയാവില്ല അവരെക്കുറിച്ച്. ഈ മേഖലയിലെത്തിയ സേനകളെ അർഹമായ ആദരം നൽകി നമ്മൾ പറഞ്ഞയച്ചു. ഇനിയും പോവാത്ത ഇവരെ ഏത് രീതിയിലുള്ള ആദരം നൽകിയാണ് നമ്മൾ പറഞ്ഞയക്കുക? ആദരവ് അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ പുറത്തു പറയാനും അവരാഗ്രഹിക്കുന്നില്ല. പ്രശസ്തിയല്ല, പ്രവൃത്തിയാണ് അവരുടെ മുഖ്യം. അങ്ങനെയൊക്കെയാണെങ്കിലും നമുക്കിവരെ ആദരിക്കാതിരിക്കാൻ കഴിയുമോ? ഒറ്റയ്ക്കല്ല, കൂടെയുണ്ടെന്ന് പറയാതെ പറഞ്ഞ് ചേർത്ത് പിടിച്ച ഇവർക്ക്, നമുക്ക് വേണ്ടതെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തു തരുന്ന ഇവർക്ക് നമ്മളെങ്കിലും ഒരാദരവ് കൊടുക്കണ്ടേ? ഇപ്പോഴുമുണ്ട് അവർ അവിടെ ഓരോ ക്യാമ്പുകളിലും. ഒപ്പം ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് മാറുന്നവർക്ക് ആവശ്യമായ സാധനങ്ങളുടെ കിറ്റുകളുമായി ഓരോ വീടുകളും അവർ കയറി ഇറങ്ങുകയാണ്. ഇവരെ ഏത് രീതിയിൽ ആദരിച്ചാലാണ് നമുക്ക് തൃപ്തി കിട്ടുക? ഏറ്റവും ചുരുങ്ങിയത് മനസ്സുകൊണ്ടെങ്കിലും ഒരു ബിഗ് സല്യൂട്ട് നൽകി നമുക്കിവരെ ആദരിക്കാം.